ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് 80. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം MS ട്രോൾ സീരീസിലാണ്, നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ പാർട്ട് 2. അപ്പം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് നമ്മുടെ വടംവലിയുടെ അടുത്ത് വന്നിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് നമ്മൾ വടംവലി മത്സരം നടത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ കമോൺ, വീണ്ടും ഇറങ്ങിപ്പോയി. ഞാനും നമ്മുടെ സ്വന്തം നമ്മുടെ എഫ് ഗെയിമിംഗ് സിഗ്മയും കൂടെയാണ് ഫസ്റ്റ് വടംവലി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷിംഗ് റോഡ് ഇട്ട് പിടിക്കും. അവൻ ഇപ്പുറത്ത് വരും, നടുക്ക് ചാടും, അത്രേ ഉള്ളൂ. നിക്കടാ തുടങ്ങിയില്ല, അവിടെ അടങ്ങിയില്ലേ? ചുമപ്പിന്റെ ബാക്കിൽ പോവരുത് കേട്ടോ. ഫസ്റ്റ് റൗണ്ട് എഫ് ഗെയിമിംഗ് സിഗ്മ കൊണ്ടുപോയി. ഫസ്റ്റ് റൗണ്ട് എഫ് ഗെയിമിംഗ് സിഗ്മ കൊണ്ടുപോയി. നോട്ട് ഔട്ട് ആയിട്ടുണ്ട് ഗൈസ്. ഇനി എത്ര റൗണ്ട് ഉണ്ടോ? 3. ഇറങ്ങിയില്ലല്ലേ ഇതിനു മുമ്പ്? എന്തിന് നിങ്ങളത് കാണുക. ഇത്തിരി കൂടെ നിക്കടാ. പിക്കാക്സ് നില്ലേ, അത് പിക്കാക്സ് സ്വിച്ച് ആയി. അതല്ലടാ, പിക്കാക്സ് സ്വിച്ച് ആയി. വെയിറ്റ് ചെയ്യ്, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. റൗണ്ട് 2 വന്നൂടെ? സെക്കൻഡ് റൗണ്ട്. നോട്ട് കൊളുത്താൻ നോക്കുന്നു. കൊളുത്തി. എഫ് ഗെയിമിംഗ് പിടിച്ച്. നമുക്കൊരു വടംവലി പണ്ടേ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് നമ്മളത് വിട്ടിരിക്കുന്നു. എഫ് ഗെയിമിംഗ് ജയിച്ചിരിക്കുന്നു. ഓക്കെ, ബൈഡാ. ഇനി GTയും നമ്മുടെ ജുഗിലും കൂടെയാണ്. നീയും ജുഗിലും ആണ് കോമ്പറ്റീഷൻ. ചെന്ന് നിൽക്കുക, അതിൽ നിന്നൊരു ഫിഷിംഗ് റോഡ് എടുക്കുക, വലിച്ചിടുക, ജയിക്കുക, വരിക, അത്രേ ഉള്ളൂ. സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവന് ആ സ്ഥലത്തേക്ക് അപ്പൊ നമ്മളിങ്ങനെ ചൂണ്ടിട്ട് ഭരിക്കണം. അപ്പൊ ആര് താഴത്ത് വരുന്ന അവരാണ് താഴെ വാടാ, നിന്റെ തലയുടെ മണ്ട വരണം. അപ്പൊ നമ്മൾ ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്യും. ഒരു പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട്. റെഡ് വരയുടെ അകത്തുനിന്ന് വലിക്കണമെന്നല്ലേ പറഞ്ഞു, പിന്നെ നീ എന്തിനാ കാണിക്കുന്നത്? എടാ, ഒരാൾ അപ്പുറത്തേലും ഒരാൾ ഇപ്പുറത്തേക്ക. ഇവനെ വിശ്വാസമല്ലേ എനിക്ക് ജുഗിലിന്. വലി ഒന്നുകൂടെ. ജുഗില് റെഡ് വരെ കയറി. പോയി റെഡ് വരെ കയറി പോയി. എടാ, വരയില് വരരുത്, വരയുടെ അകത്തെ നിക്കാവൂ. നീ എന്തിനാ എന്നെ പിടിച്ചു വരിക്കുന്ന? ഒന്നുകൂടെ പോ. ഫസ്റ്റ് റൗണ്ട് പോയി, രണ്ടാമത്തെ റൗണ്ട് കളിക്ക്. ഫസ്റ്റ് റൗണ്ട് രണ്ടുപേർക്കും പോയിന്റ് ഇല്ല. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചൂണ്ടായിരുന്നു, അത് കൊള്ളാലോ. ഇനി അടുത്ത റൗണ്ട് പോയിക്ക്. GT മേലെ കയറ്. പോട്ട് പോടാ. ഒരു റൗണ്ട് പോയി. ഇനി ഒറ്റ റൗണ്ട്, ഒരു റൗണ്ട് ജുഗില് ജയിച്ചു. ഇനി ഒരു റൗണ്ട് കൂടെ ഉണ്ട്. ടൈ ആയി. ഒന്നുകൂടെ ടൈ ആയി. ഒന്നുകൂടെ ടൈ ആയടാ. ഒന്നുകൂടെ നിൽക്കാൻ. ലാസ്റ്റ് റൗണ്ട്. അപ്പൊ ജുഗില് എഫ് ഗെയിമിംഗും കൂടെ. ഇനി അടുത്ത റൗണ്ട് ജുഗില് എഫ് ഗെയിമിംഗും കൂടെ. GT നമ്മളാണ് ഗെയിം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ദീപ
നീ ജുഗിലും എന്റെ എഫ് ഗെയിമിങ്ങും ജയിച്ചു. നിങ്ങൾ രണ്ടുപേരോട് ഇനി ഫൈനല് കയറിയില്ലേ? ഓക്കെ നമ്മളൊന്നും ചെയ്യണം. എഫ് ഗെയിമിങ് ഇപ്പുറം നില്ല്, ജുഗിൽ അവിടെ ഇല്ലേ? സപ്പോർട്ട് ചെയ്യും, ഞാൻ ജുഗിലിനെ സപ്പോർട്ട് ചെയ്യുന്നു. എടാ ജുഗിലാ ചുമന്ന വരയുടെ അപ്പുറത്ത് പോകണ്ടെന്ന് നോക്കിക്കോണേ. ജുഗില് ചുമന്ന വരയുടെ ബാക്കിൽ ഇറങ്ങി പോകും. ചുമന്ന വരയിലേ കയറാൻ പാടില്ല, ഇവിടെ നിക്കണം, അകത്ത് നിക്കണം. 3 ബ്ലോക്ക് വര കയറിയാ പോവേ, വര കയറിയാ പോവും. വര ക്രോസ് ചെയ്താലല്ലടാ, വര കേറി കൂടാ ഇവിടെ അങ്ങനെ. അപ്പൊ ഈ കളിയില് ജുഗില് ജയിച്ചു. ജുഗിലിന് ഗിഫ്റ്റ് ഉണ്ട്, താഴെ ഇറങ്ങൂ. ജുഗിലിന് ഗിഫ്റ്റ് ഉണ്ട്, മാറി. പ്രൈസ് തരാം. ഇവന്മാര് മാറിയില്ലേ? ഒരാള് വാ, ഒറ്റയ്ക്ക് വാ, ഒറ്റയ്ക്ക്. സെക്കൻഡിന് പ്രൈസ് ഇല്ല, മാറിയില്ലേ? അപ്പം അതാണ് നമ്മുടെ പരിപാടികൾ. അപ്പം ഇനിയാണ് നിക്ക് പറയട്ടെ, ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും കിടിലം പരിപാടി, ഓണത്തല്ലേ. ഹെൽത്ത് ഒക്കെ ഫുള്ളാക്കി വെച്ചോ, ഓണത്തല്ലിന് ചത്ത് കഴിഞ്ഞിട്ട് ചത്തെന്ന് പറയുന്നത്. സദ്യ കഴിച്ചിട്ട് ഉറിയടിയുടെ കൂടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് എഫ് ഗെയിമിങ്ങിന്റെ ജുഗിലിന്റെ ഒരു പാട്ട് ആസ്വദിക്കാവുന്നതാണ്. വാ വാ വാ, എല്ലാരും വരും. ഫസ്റ്റ് റൗണ്ടില് എല്ലാരും പാട്ടാ. ഫസ്റ്റ് റൗണ്ടിലേക്ക് ഞാൻ റിക്രൂട്ട് ചെയ്യുന്നവരെ ആണ് ഇങ്ങോട്ട് വരിക. ഫസ്റ്റ് റൗണ്ടിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നവരെ ഇങ്ങോട്ട് വരിക. എഫ് ഗെയിമിങ്ങും ജുഗിലും. പിന്നെ എഫ് ഗെയിമിങ്ങും ജുഗിലും മൊബൈലിൽ കളിക്കുന്നവരെയാണ് വിളിച്ചേക്കുന്നത്. മൊബൈലിൽ കളിക്കുന്ന രണ്ടുപേരെയാണ് വിളിച്ചേക്കുന്നത്. എഫ് ഗെയിമിങ്ങും ജുഗിലും മൊബൈലിൽ കീബോർഡ് വെക്കാതെ കളിക്കുന്നവരെയാണ് വിളിച്ചേക്കുന്നത്. രണ്ടുപേരും വരൂ, പോയിക്കൂ. നിക്കടാ. റൂൾസ് പറഞ്ഞുതരാം, വരൂ. ടൂൾസ് ഇല്ല, കൈ കൊണ്ട്. ഓ ഇങ്ങനെ ടൂൾസ് ഇല്ല. അടുത്ത കളി നമ്മുടെ ഓണപ്പല്ലേ. ഇവിടെ കേറിക്കേ, ഞാൻ പറഞ്ഞുതരാം. എഫ് ഗെയിമിങ് കയറിയുന്നേ പറഞ്ഞുതരാം. റെഡി 1 2 3 വിളിച്ചതിന് ശേഷം 1 2 മാറിക്കടാ. 1 2 3 വിളിക്കുമ്പോ ഇവിടെ നിക്കണം. ഓണത്തല്ല് ഞാനിതൊന്ന് പറഞ്ഞു കൊടുക്കട്ടാ. 1 2 3 വിളിക്കുമ്പോ ഓടി വരണം. ഈ സ്റ്റെപ്പിന്റെ ബാക്ക് പറയുന്നത് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ടാവും. പിന്നെ അടിച്ച് താഴെ ഇട്ടാലും ഔട്ടാവും. അടിച്ച് സ്റ്റെപ്പിന്റെ ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ജയിക്കും. ഓക്കെ, സ്റ്റെപ്പിന്റെ ബാക്കിലോട്ട് നമ്മളാണ് പോകുന്നതെങ്കിൽ തോക്കും. മനസ്സിലായ? നീക്ക് അലച്ചോണ്ടിരുന്നു, ഞാൻ പറഞ്ഞത് മനസ്സിലായ? എഫ് ഗെയിമിങ് ജയിച്ചു, മാറിയിക്കൂ. ഇനി ഞാനും ജീറ്റി കേറ്. അതൊന്നും എനിക്കറിയണ്ട. ജുഗിൽ വെളിയിൽ പോവുക, നിന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അതെ അതെ, കമോണ്ട്രാ. എടാ കമന്ററി മതിയടാ, നമുക്ക് ഗെയിം തുടങ്ങാം. ഞാനും എഫ് ഗെയിമിങ്ങും. ഞാനും എഫ് ഗെയിമിങ്. മൊബൈൽ വിത്ത് കീബോർഡ് വിഎസ് മൊബൈൽ ഓൺലി. അപ്പുറത്തോ ഓക്കെ, കീബോർഡ് വേഴ്സസ് മൊബൈൽ ആണ് അടുത്താണ്. പറ ഇടയ്ക്ക് കാണാൻ നോക്കിയാണ്. സ്റ്റാർട്ട്. 3 2 1 സ്റ്റാർട്ട്.
കഴിഞ്ഞ് താഴെ പോയി, സ്റ്റെപ്പിന്റെ ബാക്കിൽ പോയി. തോറ്റു. അയ്യോ അതൊക്കെ അത്രയുള്ളൂ. കണ്ടല്ലോ, നമ്മള് പിന്നെ പണ്ടേ പോയാ വടംവലി പോയെങ്കിൽ ഓണത്തല്ല് നമ്മള് പിടിച്ചു. ആർച്ചറിക്ക് സമ്മാനമല്ല, ആർച്ചറി ചുമ്മാ നടത്തിയത്. അടുത്ത ഗെയിം ഇല്ല, ഇനി ഓണസദ്യ. ഇവിടെ വരൂ. ഇവിടെ നമ്മള് കൃഷിപ്പാടമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്താണ് നമ്മള് സാധനങ്ങളൊക്കെ വേവിച്ചെടുത്തത്. ലെവൻ നടന്നു വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മള് വിളമ്പും. ജുഗില് പോയിരുന്നോ? ജുഗിലവിടെ പോയിരുന്നോ? എഫ് ഗെയിമിങ് വരട്ടെ, പോയിരുന്നോ? നീയും ഇരുന്നോടാ, ഞാൻ വിളമ്പാ. വേണ്ട വേണ്ട, എനിക്കിത് വിളമ്പണമെന്നാണ് ഉള്ളത്, അലമ്പാക്കണമെന്നല്ല ഉള്ളത്. എടാ അവനൂടെ വരട്ടാ, എഫ് ഗെയിമിങ് കൂടെ വന്നിരിക്കട്ടെ, എന്നിട്ട് കൊടുക്കാം. രണ്ടുപേർക്കുള്ളത് കയ്യിലെടുക്കാം. അടപ്പായസം 2 എണ്ണം എടുത്ത്, നീ വേറെ എന്തെങ്കിലും 2 എണ്ണം എടു. അത് 12 ആയെങ്കിൽ 6 വെച്ച് കൊടുക്കണേ. നിക്ക്, നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ അടപ്പായസം. മാറാ. അടപ്പായസം അതൊക്കെ എത്ര ഉള്ളു. നീ വേണമെങ്കിൽ കഴിച്ചാൽ മതി, നമുക്ക് നിർബന്ധമൊന്നുമില്ല അല്ലേ. ജുഗുല ചിപ്സ് എടുത്താ? അല്ല ജുഗുലല്ല, ഇവൻ ചിപ്സ് എടുത്താ. ജീറ്റി ചിപ്സ് എടുത്താ? ജീറ്റി ചിപ്സ് എടുത്താടാ. പൈസം പപ്പടം പപ്പടം പൊടിഞ്ഞു. പപ്പടം ശരിയല്ലടാ. സേമിയ പായസം എടുത്തോ? സേമിയ പായസം. ഓക്കെ, സേമിയ പായസം. ചിപ്സ് കൊണ്ടിട്ടിട്ടുണ്ട്. ചിപ്സ് സേമിയ പായസം. ഇനി എന്താ ഉള്ളേ? എന്നിട്ട് പോയിരോ. പപ്പടം കൊടുത്തില്ലേടാ? എന്നെ അടിക്കണം, എനിക്ക് കഴിക്കാവുന്നുള്ളൂ. അടിച്ചേ അവന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തു. അപ്പൊ പഴം എനിക്ക് പായസം കുടിക്കണം. അടപ്പായസം കുടിക്കട്ടെ. പായസം മാത്രം നമ്മള് കുടിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും. ഓക്കേ, അങ്ങനെ നമ്മുടെ ഓണസദ്യയും അങ്ങനെ കഴിഞ്ഞു. എല്ലാം അങ്ങനെ ശുഭകരമായി. ഞാൻ പായസം എടുത്ത് വിളിച്ചേട്ടാ, നമുക്കാരെ ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല. ഡേ ഇവിടെ കിടന്ന് ഇല എന്ത് ചെയ്യടേ? തിന്നിട്ട് പോയാ മതി. നീ തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാ പഴം തന്നില്ല എനിക്ക്. പഴം താടാ. ദൈവമേ, മതി മതി മതി. ഞാൻ എല്ലാം കൂടെ വിളമ്പാവനാ തല്ലിക്കൊല്ലുന്നോ? എതിരാണ്, കാറ്ററിംഗിനെതിരാണ്. ഏട്ടാ പിള്ളേരെ കിടന്നോടാ. കേസായി വിഷയമായി.
കണ്ണുപടി I am back with action. Okay. നീ കുട്ടിയോ നമ്മുടെ ഓണപരിപാടികൾ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാ വാ FGM വാടാ, നമുക്ക് ഉറിയടി അടങ്ങുന്നിടത്തോട്ട് വാ കമോണ്ട്രാ. അപ്പൊ ഗൈസ് എല്ലാവരും ഉറിയടിക്കുന്ന സ്ഥലത്തോട്ട് പോയി. നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് നെറ്റ് ഇഷ്യൂ പെട്ടുപോയി. ഇപ്പൊ നമ്മള് നെറ്റ് തിരിച്ചു വന്നിരിക്കുന്നു. ഗൈസ് ഇവിടെ ഉണ്ടോ എല്ലാവരും? ഞാൻ വിചാരിച്ച് നിങ്ങളങ്ങ് പോയെന്ന്. ഓക്കെ, വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോവാം. ഒന്നിച്ച് നമ്മൾ ശ്രമിച്ചാൽ നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മളെങ്ങോട്ടാ പോകുന്നത്? ജീത്തിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വിദേശ സഞ്ചാരം ഇത്തിരി കൂടുതലാണ്. നിങ്ങളത് കാണുന്നുണ്ടോ മുകളിലെ? ടൊമാറ്റോ സോസ് റിബൺ ആടാ വാഴേ. അപ്പൊ സുഹൃത്തുക്കളെ, എങ്ങനെ ഇനി ഇതിനെ കുറിച്ച് പറഞ്ഞു തരാം. നിങ്ങളെ താഴെ ഇരിക്കൂ, ഞാനിവിടെ ഇരിക്കാം. ഇരിയടാ താഴെ, താഴെ പോയിരിക്കടാ, പോയി താഴെ ഇരിയടാ, താഴെ ഇരിയടാ, താഴെ പോയി, താഴെ പോയി, താഴെ പോയി. ഇതായിരുന്നു താഴെ പറയണ്ടേ? നമ്മളോട് പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, മുകളിൽ ഒരു ഉറി കാണുന്നത് കണ്ടോ? നിങ്ങളുടെ കണ്ണൊന്നും കെട്ടത്തൊന്നുമില്ല. നിങ്ങള് കുറച്ച് പാടുപെട്ട് അവിടെ മുകളിൽ വലിഞ്ഞു കയറണം. ഞാനും ജീറ്റിയും ദോ അവിടെ ഈ നിങ്ങളുടെ ഇപ്പൊ ഏത് വശം? ഒരു മിനിറ്റ്. നിങ്ങളുടെ ഇടതുവശത്തായിട്ട് മുകളിലെ ഒരു പ്ലാറ്റ്ഫോം കാണുന്നത് കണ്ടോ? ഞങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നതായിരിക്കും. ഈ ഒരു ഗെയിമിന് 3 ചെക്ക് പോയിന്റ് ഉണ്ട്. പറയുന്നത് കേട്ടാ മതി. 3 ചെക്ക് പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ ചെക്ക് പോയിന്റ് ഇതല്ലല്ല, ഒരു മിനിറ്റ്. ഒന്നാമത്തത് ഇവിടെ ഒരു ചെക്ക് പോയിന്റ്, ഈ നീല ബെഡാണ് ഫസ്റ്റ് ചെക്ക് പോയിന്റ്. കേൾക്കുന്നുണ്ടോ നീയൊക്കെ? ഇതിനകത്ത് വന്ന് റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് വേണം പോവാൻ. ഇതിനു ശേഷം നിങ്ങള് മറ്റേ അതിലേ കൂടെ വേണം പോവാൻ. അതിലേ കൂടെ പോകുമ്പോ അവിടെ 2 ചെക്ക് പോയിന്റ് ഉണ്ട്. ചെക്ക് പോയിന്റ് 2 എടുത്തിരിക്കണം കേട്ടോ. ആരുടെ ബാക്ക്ഗ്രൗണ്ട് നോയിസ്? ഞാൻ ഈ പോണ വഴിയുണ്ടാ? ഈ വഴിയെ കൂടെ ഇങ്ങനെ കറങ്ങി പോണം. അവിടെ കുറച്ച് സ്ഥലത്ത് ക്യാമ്പ് ഫയർ വെച്ചിട്ടുണ്ട്. ക്യാമ്പ് ഫയർ വെച്ചേക്കുന്നിടത്ത് ചെക്ക് പോയിന്റ് ആണ്. ആ വഴിയെ കൂടെ തന്നെ നിങ്ങൾ പോകണം. അവിടുത്തെ ചെക്ക് പോയിന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ജീറ്റിയും ഇല്ല ഈ കളിക്ക്. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പറയുന്നത് കേക്കു, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. ഞാൻ പറയുന്നത് കേക്ക് സുഹൃത്തുക്കളെ. നിങ്ങക്ക് മേളിൽ ചെല്ലണം. പിന്നെതോ അതിന്റെ തുമ്പ് കണ്ടുപിടിക്കണം. ആ തുമ്പ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കയറുമ്പോൾ അവിടെ കുറച്ച് പ്രതിസന്ധികൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജുഗിലിന് വേണമെങ്കിൽ FGamingനെ താഴെ തള്ളിയിട്ട് കൊല്ലാം. അതുകൊണ്ട് FGaming മസ്റ്റായിട്ട് എല്ലാ ചെക്ക് പോയിന്റും എടുത്തിരിക്കണം. ചെക്ക് പോയിന്റ് എടുത്താൽ മാത്രമേ നിനക്ക് ജീവനോടെ തിരിച്ച് അവിടെ തന്നെ റീസ്പോൺ ആവാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല, തല്ലി കൊല്ലണം. അതാണ് നിന്റെ നിയമം. തള്ളി തറയിടണം. എന്നാ കളിക്കൂല നീയൊന്നും. നിന്നൊക്കെ ഞാൻ വന്ന് തള്ളി തറയിടും. നോക്കിക്കോ. പറഞ്ഞേ. ഇനി നിങ്ങൾക്ക് ഈ കുടത്തിനകത്ത് കാര്യം പറയാനാണ്. കുടത്തിനകത്ത് നമ്മളൊരു എമറാൾഡ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക് ആദ്യം ആരെടുത്തോണ്ട് തരുന്നോ, പൊട്ടിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അത് ആരെ കയ്യിൽ കയറിയിട്ട് ആരാദ്യമേ നമ്മളെ കയ്യിൽ കൊണ്ട് തരുന്നോ അവരായിരിക്കും ജയിക്കുന്നത്. പിന്നെ ആരെ കയ്യിൽ
ഈ കൊണ്ടു തരുന്ന ആൾക്ക് നമ്മള് 20 ഡയമണ്ട് ബ്ലോക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇത്രയാണ് ഈ ഒരു മണ്ടയിലോട്ട് കേറാൻ ബ്ലോക്ക് യൂസ് ചെയ്യാമോ? പറ്റത്തില്ല. പറയുന്ന വഴിയെ തന്നെ പോണം. അല്ലാതെ നിനക്ക് തോന്നുന്ന വഴിയെ കയറി കഴിഞ്ഞാൽ നിന്നെ എലിമിനേറ്റ് ആക്കും. പിന്നെ കുടം പൊട്ടിക്കൊന്നും വേണ്ട. റൂള് തെറ്റിക്കുന്നവൻ ആരായാലും, ഈ പറഞ്ഞ റൂളെല്ലാം തെറ്റിക്കുന്നത് ആരായാലും ആ ആള് ഗെയിമിൽ നിന്ന് എലിമിനേറ്റ് ആവും. പിന്നെ കൂടെ ഉള്ള റൂള് കറക്റ്റ് പാലിച്ചു പോണ ആൾക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും, ഉറി തൊടാതെ തന്നെ. പിക്കാക്സ് ഒക്കെ തരും. പിക്കാക്സ് ഒക്കെ തരും. വെയിറ്റ്. ഇവിടെ ഞാനൊരു പെട്ടി വെച്ചായിരുന്നു. പെട്ടി എവിടെയാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കട്ട്. അതാണ്ട് ഇവിടെ. രണ്ടെണ്ണം എടുത്തോ, ചിലപ്പോ ആവശ്യം വരും. രണ്ടെണ്ണം എടുത്തോ, രണ്ടുപേരും 2 എണ്ണം വെച്ചെടുത്തോ. ഇനി നിക്ക്, ഞങ്ങള് പറയും. ഞാൻ ആദ്യം മേളിൽ പോട്ടെ. GT ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം മുകളിലോട്ട് വരാൻ. ഇവന്മാരെ പറഞ്ഞിട്ടിട്ട് വേണം മേളിൽ വരാൻ. ഫസ്റ്റ് ചെക്ക് പോയിന്റ് എടുത്തോളാ. ചെക്ക് പോയിന്റ് എടുത്തിട്ട് തുടങ്ങിക്കോ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. എടാ പറഞ്ഞില്ല. എടാ ഫസ്റ്റ് ചെക്ക് പോയിന്റ് എടുത്തിട്ട് തുടങ്ങിക്കോളാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ചെക്ക് പോയിന്റ് എടുത്തോ. സ്റ്റാർട്ട് വിട്ടോ. പുറകെ പോയി കാണണ്ട, നീ മേളിൽ കയറി. ഇവിടെ നിന്നെല്ലാം കാണാം. അവന്മാർ കറക്റ്റ് വഴിയെ പോണെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് ചെക്ക് പോയിന്റ് ഇവിടെ നോക്കുന്നുണ്ട്. ചെക്ക് പോയിന്റ് എടുത്തിരിക്കണം. ചെക്ക് പോയിന്റ് ഒക്കെ തപ്പി കണ്ടുപിടിക്കണം. മൂന്നാമതൊരു ചെക്ക് പോയിന്റ് കൂടെ ഉണ്ട്. ജുഗില ഒരു ചെക്ക് പോയിന്റ് കൂടെ ഉണ്ട്. അതവിടെ എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണോ? ഞാൻ പറഞ്ഞോ ഇനി. ഇനി വാ. ഇനി ഉറിയിലോട്ട് വരുന്ന വളരെ മഹത്തായ നിമിഷമാണ്. അത്രേ ഉള്ളൂ. ഓടാൻ പാടില്ല, നടന്നേ പോവാൻ പാടുള്ളൂ. ഓടാൻ പാടില്ല, നടന്നേ പോവാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ഓടരുത്, നടന്ന് വേണം പോവാൻ. ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ ഓടാ. ഇല്ല, വീണ്ടും എത്തിയിരിക്കുന്നു. സ്പൈ ഗ്ലാസ് ഒന്നും എന്റെ ഇല്ല. എടാ നീ ജുഗില എത്തിയിരിക്കുകയാണ്. എടാ പൊട്ടിച്ച വഴി പോയിട്ടല്ലേ അവൻ ചത്തത്. അതുകൊണ്ടാണ് അവൻ വേറെ വഴിയെ പോയത്. നീയാണോ പൊട്ടൻ ഇപ്പം? അടിക്കാൻ തല്ലിക്കൊല്ലാം. ഇതൊക്കെ ഉണ്ട്. അടിച്ച് വെളിയിലിടാൻ തല്ലിക്കൊല്ലാം. വെളിയിലിടാടാ. വെളിയിലൂടെ അടിച്ചു കൊല്ലുകയും ചെയ്യാം. ഹോളിൽ കൂടെ അടിച്ച് വെളിയിലിടാം. എഫ് ഗെയിമിംഗ് ഇതുവരെ വന്നില്ല. എഫ് ഗെയിമിംഗ് ഈസ് ബാക്ക്, ഈസ് കമ്മിങ്. എന്തായാലും വഴി കണ്ടുപിടിച്ച് ഇനി ഓടാൻ പാടില്ല കേട്ടോ. വഴി കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഓടാൻ പാടില്ല.
എത്തി ഡിഗ്രി ചാവുന്നു. ജുഗുലി ചത്താ? നമുക്ക് ഓക്കെ ജുഗിൽ മരണം സാധനം കിട്ടിയാ? ഇനി അവിടുന്ന് ഇനി ഇപ്പുറത്ത് വരണം, ഇപ്പുറത്ത് കൊണ്ട് തരണം, എന്നാലേ പറ്റത്തുള്ളു. അവസരമുണ്ട് തള്ളിയിടാനാണ് എഫ് ഗെയിമിങ്ങിനെ ഭീഷണിപ്പെടുത്തി. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ എഫ് ഗെയിമിങ്ങിനുള്ള റിവാർഡൊക്കെ കൊടുത്തിട്ട് അവന് വേണമെങ്കിൽ ഒന്ന് എടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത മറ്റേ ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വെയിറ്റി സൈനിങ് ഓഫ്. ബൈ.